പിന്നെ റിസൾട്ടിൻ്റെ ടൈം വെച്ചാൽ 11 മണി 12 മണി ഏകദേശം ആ ടൈമാണ്. പോയിട്ട് എൻ്റെ ഹോൾ ടിക്കറ്റ് തപ്പി കണ്ടുപിടിക്കുക. ഹോൾ ടിക്കറ്റ് ഒന്നും കാണുന്നില്ല. അതുണ്ടെങ്കിൽ എനിക്ക് നമ്പറും അറിയില്ല. കേസ് ഞാൻ നാട്ടുപിള്ളേ ഫുള്ള് പെട്ടി മാത്രമാണ്. ഒരു ഈ പ്രൊഡക്റ്റിന് വന്ന പെട്ടിയായിരിക്കും ഈ മൊത്തം പെട്ടി. നമ്മൾ ആദ്യം മാനസികമായി തളർത്തുകയാണ് നമുക്ക് മാങ്ങ കിട്ടി ഗൈസ്. എല്ലാവരും റോഡും വിട്ട് ഇറക്കുന്നില്ല. ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തരാം. ആപ്ലിക്കേഷൻ വെച്ചാൽ ഷോർട്ട് കട്ട് എന്നാണ്. ഇത് വെച്ചാൽ ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ് കേസ്. ഓക്കെ, നിങ്ങൾ വീഡിയോസും കാര്യം ചെറിയ രീതിയിൽ എഡിറ്റ് ഒക്കെ ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നല്ല രീതിയിൽ തന്നെ എഫിഷ്യൻ്റ് ആയിട്ടും നമുക്ക് അനുയോജ്യമായ രീതിയിൽ തന്നെയാണ് ഇതിൽ എഡിറ്റിംഗ് കാര്യം ചെയ്യാൻ പറ്റുന്നത്. കാരണം വെച്ചാൽ ഇത് സിമ്പിൾ മെത്തേഡാണ്. എല്ലാ കാര്യങ്ങളും വളരെ ലോജിക്കാണ്. നമുക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഇവർ ആപ്ലിക്കേഷൻ മെയ്ഡ് ആയിട്ടുള്ളത്. ആൻഡ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 1000+ പ്രീമിയം ഫിൽറ്റേഴ്സ് ആൻഡ് എഫക്റ്റ് ആൻഡ് ഓൾസോ ട്രാൻസാക്ഷൻസ്, പിന്നെ എക്സ്പോർട്ട് ഫ്രീ ആൻഡ് നോ വാട്ടർമാർക്ക്, ഫ്രീ സ്റ്റോക്ക് മ്യൂസിക് ലൈബ്രറി ആൻഡ് സൗണ്ട് എഫക്ട്സ്. പിന്നെ ഇതിൽ വീഡിയോ ടെംപ്ലേറ്റ്സും കാര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങളുടെ ടെംപ്ലേറ്റ്സ് അനുയോജ്യമായി സെലക്ട് ചെയ്ത് അവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ഗൈസ്, ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിരിക്കുന്നു. ബാക്കി കാര്യങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. ഓക്കെ, എൻ്റെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡൗൺലോഡ് ചെയ്യാം. ജസ്റ്റ് ചായ ഉണ്ടോട്ടെ. ചായ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും. നോക്കട്ടെ കിട്ടുമോ നോക്കട്ടെ ചായ. ഇതാ എന്നെ പൂട്ടിയിട്ടിട്ട് പോയി. പൂട്ടിയിട്ടിട്ട് സ്കൂളിൽ പോയിട്ടുണ്ടോ? സ്കൂളിൽ പോകുന്നതാണെന്ന് എല്ലാവരും. എന്താ എല്ലാവരും സ്കൂളിൽ പോലെ. പക്ഷെ ഞാനിപ്പോൾ അത്ര ഉറങ്ങി നീക്കുന്നത് അത് വേറെ കാര്യം. ചായ കിട്ടുമോ കേട്ടോ ജയിച്ച്. ചായ ഉണ്ട് ഇവിടെ. ഫ്രണ്ട്സ്, അപ്പം ഇതെന്താണ് സംഭവം? ഈ സാധനം കണ്ട ഇതെന്താ വെച്ചാൽ ഒരു ഡിസ്പ്ലേ സ്ക്രീൻ ഗാർഡ് പൊട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വരയാണ് അവിടെ ഇങ്ങനെ. റിസൾട്ടിൻ്റെ ടൈം വെച്ചാൽ 11 മണി 12 മണി ഏകദേശം ആ ടൈമാണ്. ഇപ്പം 9:30 ഉണ്ട്. അത്ര ഞാൻ കുറച്ച് നേരത്തെ എണീച്ചൊന്നേ ഇല്ലു. നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റും. അവരെ കണ്ടിട്ട് കുറച്ച് ഒപ്പീനിയനും ചോദിക്കാനെ കുറിച്ച്. ഈ വീഡിയോ വരുമോ എന്ന് വരെ എനിക്ക് അറിയില്ല. നമുക്ക് നോക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് പോയിട്ട് എൻ്റെ ഹോൾ ടിക്കറ്റ് തപ്പി കണ്ടുപിടിക്കുക. ഹോൾ ടിക്കറ്റ് ഒന്നും കാണുന്നില്ല. അതുണ്ടെങ്കിൽ എനിക്ക് നമ്പറും അറിയില്ല. ഞാൻ ഇതിനടുത്തടി വെച്ചിനി. ഇതിനിടക്ക് അടിയും ഉണ്ടാവും. നോക്കാം. ഞാൻ ഇവിടെ വെച്ചത് ഗൈസ്. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇത് എക്കണോമിക്സിൻ്റെ 80 മാർക്കിൻ്റെ. ആ നമ്പർ നമ്പർ കാണിക്കുന്നില്ല. എന്തായാലും ഞാൻ നമ്പർ എടുത്ത് തന്നെ ഉണ്ട്. ഒന്നുമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇഷ്ടം പോലെ ഉണ്ട്. ഓ ഗൈസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, എൻ്റെ സോ മെനി നോട്ട്സ് ഒന്നും തൊടലേ ഇല്ല ഞാൻ ഇപ്പോൾ. ഇതെന്ത് ഇംഗ്ലീഷ് ഇതൊക്കെ ചിത്രം വരച്ചിട്ട് മൊത്തം ചുറ്റും. ഓ, ഞാനൊരു കലാബോധമുള്ള കുട്ടിയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയല്ലോ. ഇതിനകത്തൊന്നും ഇല്ല. ഞാൻ വീഡിയോ വെച്ചിട്ടെടുത്തിട്ട് നോക്കട്ടെ. നമ്പർ കിട്ടി. നമ്പർ അത് മതി എന്തായാലും. എന്നാലും ഹോൾ ടിക്കറ്റ് പറയാൻ നമുക്ക് സാധനം വേണ്ടേ. ഓ ഗൈസ്, മൈ കളക്ഷൻസ്. ഫുള്ള് പെട്ടി മാത്രമാണ്. ഒരു ഈ പ്രൊഡക്റ്റിന് വന്ന പെട്ടിയായിരിക്കും ഈ മൊത്തം പെട്ടി. അങ്ങനെ ആയിരിക്കും ഇതല്ല. നമുക്ക് തുറന്നു നോക്കാം. എൻ്റെ സീക്രട്ട് റൂമാണ് ഇത്. ഇതിനകത്ത് പല സാധനങ്ങളും ഉണ്ട്. ഇതാ. ഓ ഗൈസ്, ഓക്കെ, ഇതാണ് ഞാൻ. ഓ മൈ ഗോഡ്, മൈ ഹോൾ ടിക്കറ്റ് കിട്ടി ഗൈസ്.
എൻ്റെ ഇവിടെ ഞാനുണ്ട്, ബാക്കിയൊന്നും കാണിക്കുന്നില്ല. എൻ്റെ പേര് എൻ്റെ ഒപ്പല്ല ഇതാ ടൈം ടേബിളിൽ ഇവിടെ തന്നെ ഉണ്ട്, എല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ നമുക്ക് റിസൾട്ട് വരുമ്പം കാണാം. പൊത്തൽ നമുക്ക് ഇവിടെ വയ്യ എടുക്കാം. ഓക്കെ, നമുക്ക് നമ്മുടെ സീക്രട്ട് റൂം വീണ്ടും അടക്കാം. എൻ്റെ താക്കോലെടുത്തിട്ട് താക്കോല് വാ ഇവിടെ വെക്കാം. ഓക്കെ, ഡൺ. ഞാൻ നാടുവിടലേ എല്ലാം എടുത്ത് ഞാൻ പറ്റിക്കൂലേ, ഇനി ഇടുന്ന ശരിയാവില്ല. ഗൈസ്, അപ്പോൾ റിസൾട്ട് വരെ ഇനി ഒരുപാട് സമയമുണ്ട്. അതുവരെ നമുക്ക് നമ്മുടെ ലൈവും കണ്ടിരിക്കുക, അതിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് അതും നോക്കിയിരിക്കാം. പാർട്ട് 1, 2, 3 വൊക്കേഷണൽ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിലാണ്. വേം പറ ഞാൻ പൊട്ടി. എൻ്റെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 29,711. ഹാപ്പിയായി. റിസൾട്ട് നോക്കാൻ ലിങ്ക് ആക്കോ, പേടി കൂടി പൊട്ടു. അപ്പൊ നമ്മ എല്ലാവരും പാസ്സാവല്ലേ? എന്ത് പറഞ്ഞു? ഞാൻ ജയിച്ച പൈസ കൊടുക്കുന്ന, ഞാൻ ജയിച്ച 101 രൂപ ക്യാഷ് പ്രൈസ്. ഡോണ്ട് ക്രൈ, റിസൾട്ട് വന്നോ? പൊട്ടു. വിജയ ശതമാനം 78.26. കുറഞ്ഞ ഞാൻ പറ, ഞാൻ ജയിക്കോ? ഞാൻ ജയിക്കോ പറ എന്നാ? എടാ പേടിയാന്ന്. ഗൈസ്, കുറച്ചും കൂടി ആൾക്കാരുണ്ട്, അവരിവിടെ വന്നിട്ട് ബാക്കി ഒപ്പീനിയൻ എടുക്കാം. ഞാൻ ആദ്യം വീട്ടിൽ പോയി നോക്കട്ടെ. ഇവർ ലൈവ് ഉണ്ട്, ലൈവ് കഴിഞ്ഞിട്ട് ഇതുവരെ ലൈവ് കഴിഞ്ഞിട്ട് പറയാ. അല്ല പേടിപ്പിക്കുന്നു. 2021 245. ജൂൺ 25 മുതൽ പരീക്ഷ. കെമിസ്ട്രിയുടെ അല്ലേ? കഴിഞ്ഞ വർഷം കെമിസ്ട്രിയുടെ 89.14. അത് ഈ വർഷത്തെ 22 ഈ 2021 കഴിഞ്ഞ വർഷത്തെ 93.24. കമന്റ് ബോക്സിലാണ് ശരിക്കും പറഞ്ഞാല് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണിച്ചുതരാം. ഫുള്ള് ചീത്തോളിയാണ് ലൈവ്. ഇതിപ്പം ഇടക്ക് ലൈവ് ഇപ്പം അവനെ നീ ഫോളോ ആക്ക്. റിസൾട്ട് വന്നു, റിസൾട്ട് വന്നിട്ടില്ല. റിസൾട്ട് വന്നില്ല, റിസൾട്ട് വന്നു. അതിന് മുമ്പ് ഇതെല്ലാം പോലത്തെ കാണിച്ചിട്ടതാ. ഓൾ ദ ബെസ്റ്റ്, എല്ലാവരും ജയിക്കട്ടെ. അതാ റിസൾട്ടേ പോയാ. 12 മണിക്കാണ് വന്നു കേട്ടെ. ഇങ്ങനത്തെ എത്ര പേരുണ്ട് ജയിക്കാത്തത് ചോദിക്കും. ബേസിൽ അങ്ങനെ റിസൾട്ട് വന്നിട്ടുണ്ട്. റിസൾട്ട് ഞാനിപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് റിസൾട്ട് എന്തായാലും പ്രശ്നമില്ല. കാരണം വെച്ചാൽ അങ്ങനെ A+ ഒന്നും പ്രതീക്ഷിച്ച ഒരു പരീക്ഷ അല്ല. എന്തായാലും മാർക്ക് ഉണ്ടാകുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ട്, പാസ്സാവുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ സ്കൂളിൽ തന്നെ ഒരുപാട് ആൾക്കാർ തോറ്റിട്ടുണ്ട്. അതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ ജയിച്ചു വരുമ്പോൾ എനിക്ക് നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം അങ്ങനെ വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ പാസ്സായിട്ടുണ്ട്, നല്ല തിരിച്ച് മാർക്കും ഉണ്ട്. പൊട്ടിയാവുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ലൈഫിൽ ടേണിങ് പോയിൻ്റ് എന്നൊക്കെ പറയുമെങ്കിലും ഇതൊന്നല്ല നമ്മുടെ ലൈഫ് ഇനിയും കാണാനിരിക്കുന്നത്ര എത്രയോ ദൂരം നമ്മുടെ ലൈഫ് ഇനി പോകാണ്ടത്ര. അപ്പം ഇതുമായി കമ്പയർ ചെയ്യാൻ പാടില്ല ഇതിനൊന്നും. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ റിസൾട്ടിന് വാല്യൂ ഇല്ല എന്നല്ല, ഈ റിസൾട്ടിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. കാരണം വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മുടെ ഓരോ ടൈമും ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് എഴുതിയ എക്സാമാണ്. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടുക. ഗൈസ്, ഞാനങ്ങനെ പിള്ളേരെ കാണാൻ പോയായിരുന്നു. പിള്ളേരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് കാണാനെല്ലാം അറിയും. സെറ്റ് തന്നെ ഗൈസ്. നല്ല സൈക്കിളാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ചെയിൻ ഊരിക്കൊണ്ട് നിൽക്കുന്നു. ഓക്കെ ഗൈസ്, സെറ്റാക്കിയിട്ടുണ്ട്. ഇതുവഴി എളുപ്പവഴി ഉണ്ട്. പക്ഷെ എളുപ്പവഴി സൈക്കിളിൽ പോകാൻ പറ്റില്ല. ഇതുവഴി
നമുക്ക് നേരെ തന്നെ പോവാം. നേരെ പോയാൽ വേഗത്താ. ഓ ഈ നല്ല സൈക്കിളത്തിലേ വന്നു ഞാൻ. ഇനി ഇതുവഴി അതുവഴി ഒരു ഡൗട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം ഗൈസ്. കണ്ടാൽ മതി ഇരുന്ന് അവിടെ കുറ്റിക്കാട്ട് പോയി ഇരുന്നിനെല്ലാം. ഓ ഗൈസ് കോയി ആ ഇവിടുന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങനെ പോയി അങ്ങ് അടുത്തുമ്പോൾ അവിടുന്ന് എങ്ങോട്ടോ പോകണം. എന്നിട്ട് അവിടുന്ന് ആദ്യം ഇങ്ങോട്ട് വരണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട് ഗൈസ്. ഈ മുമ്പിൽ ഓട്ടോറിക്ഷ വരുന്നുണ്ട്. എടാ ഞാൻ ഫാസിലേ, ഞാൻ പ്ലസ് ടു ഇങ്ങനെ പറയല്ലേ നോക്കൂ ഗൈസ്, എന്ത് വിശാലമായ മഴയാണ് ഇപ്പൊ പെയ്തോണ്ടിരിക്കുന്നത് ഗൈസ്. പത്തല നമ്മുടെ പുതിയ വീഡിയോ ഉണ്ട് ഗൈസ്. ഇത് വലിയ കൊക്കെ കുറച്ചും താത്തോടി നെറ്റ് ഹൈറ്റ് പിടി. ഇവിടെ നീ വിടും ഇങ്ങോട്ട് വാങ്ങിച്ചു വീഡിയോ നിൽക്കിടേ കമ്പനി. ഓ ഗൈസ് നോക്കൂ, വിശാലമായ ആടിൻ കിടാങ്ങൾ, പിന്നെ 2 കോഴികൾ. മാനസികമായി തളർത്തേന് നമ്മൾ ആടിനെ മാനസികമായി തളർത്തുകയാണ് ഗൈസ്. കണ്ടോളുക. മൂത്രയിച്ചത് മേടിച്ചിട്ട് ഡോണ്ട് വറി അപ്പുറത്തിന് മൂത്രയിച്ചത് അത്. ഓ ഗൈസ് നമുക്ക് മാങ്ങ കിട്ടി ഗൈസ്. എല്ലാവരും റോഡും വിട്ട് ഇറക്കുന്നു ഗൈസ്. ഇതാണ് നമ്മളെ പത്തല ഇൻസ്റ്റലായി കളങ്ങുന്ന പാത്തി തിന്നാൻ കിട്ടി ഫോം വെച്ചിട്ടുണ്ട്. ഇതാ ആദ്യം ഫോം വെച്ചത് ഗൈസ്. നോക്കൂ ഗൈസ്, നല്ല മാങ്ങ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് അപ്പോൾ നമുക്ക് തിന്നിട്ട് കാണാം. കടിക്കാൻ കഴിയുന്നു. നമ്മുടെ മേലെ വീട്ടിരിക്കുന്നതാ അതോ പൊട്ടിയാ. ഓ ഗായ്സ് കിടിലൻ. ഓഫ് തീ പുക. അങ്ങനെ ഞാൻ പ്ലസ് ടു ജയിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പോയി ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ കണ്ടത്തിലൊക്കെ കണ്ടം വൈബൊക്കെ ആസ്വദിച്ച് മഴയും കൊണ്ട് വരുന്ന വഴിക്ക് മാങ്ങയും പറിച്ച് മാങ്ങയും തിന്നും അങ്ങനെ കിടലനായിട്ട് നമ്മുടെ പ്ലസ് ടു എന്നുള്ള സംഭവം അങ്ങ് ഒഴിവാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിനടുത്ത് നമ്മുടെ കോളേജ് ലൈഫും കാര്യമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്താവുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും ഇത്രയുള്ള സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. എൻ്റെ യൂട്യൂബ് ചാനലായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും, എൻ്റെ സ്റ്റഡി കാര്യങ്ങളിലായാലും എൻ്റെ ലൈഫിലായാലും എൻ്റെ ഫ്രണ്ട്സായാലും എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ അതുമാത്രമല്ല, ഇനി നമ്മൾ മുന്നോട്ട് പോകേണ്ടത് വെച്ചാൽ നമുക്കിനി ഡ്രീമും കാര്യം ഉണ്ടെങ്കിൽ അതിൻ്റെ പിന്നെ നമ്മൾ പോവാം. അല്ലാതെ വേറൊരാൾ ഡ്രീമിന് പകരം നമ്മൾ അതുപോലെ ചെയ്യണമെന്ന് അതുപോലെ ആശം നമ്മൾ അവരെ വീട്ടിൽ പോയിട്ട് സ്വന്തമായിട്ടൊരു ഡ്രീമും കാര്യം ഉണ്ടാക്കുക, ആ ഡ്രീമിൻ്റെ പുറകെ പോകാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം എന്തായാലും ഈ പ്ലസ് ടു ലൈഫ് അല്ലെങ്കിൽ സ്കൂൾ ലൈഫിൻ്റെ സംഭവത്തോട് ബായ് പറഞ്ഞ് ഞാനങ്ങനെ നമ്മുടെ കോളേജ് ലൈഫിൻ്റെ പടിയിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് ഗുയ്സ്. താങ്ക് യു സോ മച്ച് ഗൈസ്. അപ്പോൾ എനിക്ക് ലാസ്റ്റ് ഒറ്റ കാര്യം പറയാനുള്ളൂ. സ്വന്തമായിട്ടൊരു ഡ്രീം ക്രിയേറ്റ് ചെയ്യുക, ആ ഡ്രീമിന് പുറകെ പോവുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. അത് നിങ്ങൾക്ക് എത്ര ആവുക അത്രത്തോളം അതിനു വേണ്ടി പ്രാക്ടിച്ച് മാക്സിമം അതിനു വേണ്ടി തന്നെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു നാൾ ഒരു കിടിലൻ വിജയം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന കരുതിക്കൊണ്ട് അജു.